നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രോ ബാഗിനകത്ത് എങ്ങനെ ശരിയായ രീതിയിൽ മണ്ണ് നിറയ്ക്കാമെന്നാണ്. ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്നുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മണ്ണ് നിറയ്ക്കാനായിട്ട് പോകാം. 2018 എൻ്റെ കൃഷിയുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. ഈ 2019 ഉള്ള കൃഷിയാണ് നടത്താൻ പോകുന്നത്. അപ്പം 2 വർഷം കൊണ്ട് എൻ്റെ ഗ്രോ ബാഗ് മണ്ണ് നിറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ മാറ്റുന്നില്ലായിരുന്നു. മണ്ണെല്ലാം മാറ്റിയിട്ട് വളമൊക്കെ ചേർത്തിട്ട് വീണ്ടും ഗ്രോ ബാഗ് നിറയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിറയ്ക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. എന്നിട്ട് നമുക്ക് ഓരോരോ കൃഷികൾ അതിനകത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പഴയ ഗ്രോ ബാഗിൽ നിന്നും മണ്ണ് തട്ടിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളത് പെട്ടെന്ന് തട്ടിയിട്ടാൽ ഈ ഗ്രോ ബാഗ് പഴയതാകുമ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞിടണം. നമ്മുടെ ഗ്രോ ബാഗിന് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെയാണ് തട്ടിയിടേണ്ടത്. അല്ലാതെ കൊണ്ടുവന്ന് പടവും അങ്ങ് തട്ടിയിട്ടാൽ നമുക്ക് ഗ്രോ ബാഗ് പിന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല, കീറിപ്പോവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഇതൊക്കെ കണ്ടില്ലേ, കരിയിലൊക്കെ നല്ല പൊടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കണ്ടില്ലേ, വേരൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പയറൊക്കെ നട്ടിരുന്നതാണ്. അപ്പോൾ അത് ആ വേരൊക്കെ നമ്മൾ പറക്കി മാറ്റിയിട്ട് ആവശ്യമില്ലാത്തത് കണ്ടോ, കരിയിലെല്ലാം അതിനകത്ത് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പകുതിയോളം കരിയിലായിരുന്നു നിറച്ചിരുന്നത്. അപ്പോൾ അതിന് ആവശ്യമില്ലാത്തതൊക്കെ നമ്മളങ്ങ് പറക്കി മാറ്റും. അടുത്ത കവർ നമുക്ക് അതേപോലെ തട്ടിയിടാം. അപ്പോൾ ഇതിലോട്ടൊന്ന്, ഇതിൻ്റെ ഈ ഹോളിലോട്ടൊന്ന് കൈ വെച്ചിട്ട് പെയ്യെ വേണം തട്ടിയിടാൻ. കണ്ടോ, പഴയതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടില്ല, കരിയിലേക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. 3 കവറിലെ മണ്ണുണ്ട് ഇത്. അത് കുറേ കവറുകൾ ഇരിപ്പുണ്ട്. നിങ്ങളെ കാണിക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് കുറച്ച് ആട്ടിൻ കാഷ്ടവും ചാമ്പലും കൂടെ മിക്സ് ചെയ്തത് ഇടുക. ചാമ്പലെന്ന് പറഞ്ഞാൽ ചാരമാണ്. കുറേ പേര് ചോദിച്ചിരുന്നത് എന്താണ് ഈ ചാമ്പലെന്ന് വിളിച്ചത്. ചാമ്പലെന്ന് പറഞ്ഞാൽ ചാരം. ഇനി ഈ മണ്ണിനെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഈ മണ്ണും വളവും കൂടെ നമ്മൾ നല്ലതുപോലെ കൂമ്പ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. ഇത് ടെറസിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് താഴെയൊക്കെ വെക്കാൻ പറ്റില്ല, കോഴികളുണ്ടായതുകൊണ്ട് ഭയങ്കര ശല്യമാണ് അവരെ കൊണ്ട്. ഇപ്പോൾ വളം എല്ലായിടും നല്ലതുപോലെ. അപ്പോൾ ഞാൻ ആദ്യം പഴയ ഗ്രോ ബാഗിലാണ് നിറയ്ക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് പുതിയ ഗ്രോ ബാഗ് കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് നിറയ്ക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഗ്രോ ബാഗിനകത്ത് ഒരു അര ഭാഗത്തോളം കരിയിലിട്ട് കൊടുക്കാം. കരിയില എന്താണെന്ന് മനസ്സിലായല്ലോ. ഇലയൊക്കെ ഉണങ്ങുന്നതിനെയാണ് കരിയില എന്ന് പറയുന്നത്. ഇത് വെള്ളമൊക്കെ വീഴുമ്പോൾ അങ്ങ് ഒതുങ്ങിക്കോളും. നമ്മൾ മണ്ണൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് താഴ്ന്ന് പൊക്കോളും. ഇതിൽ കണ്ടില്ലേ, അവസാനം ആകുമ്പോഴത്തേക്ക് അത് കരിഞ്ഞ് പൊടിഞ്ഞ് പൊടിയായിട്ട് ഇരുന്നോളും. നമുക്കതിൽ മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണൊക്കെ ഇട്ടപ്പോഴത്തേ അതങ്ങ് താന്നു പോയി. ആദ്യം ഇത്രയും മണ്ണിട്ടാൽ മതി. ഉണ്ടല്ലേ, ഇത്രയും അര ഭാഗത്തോളം കരിയില നിറച്ചു. മണ്ണിട്ടപ്പോഴത്തേക്ക് കരിയിലേക്ക് അങ്ങ് ഒതുങ്ങി. ഇനി നമ്മൾക്ക് എന്താണെന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്താണോ നടുന്നതെന്ന് വെച്ചാൽ അത് നടണം. നല്ല കയ്യിലൊക്കെ മണ്ണൊക്കെ ആയിട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഞാൻ പയറാണ് ഇതിനകത്ത് നടാൻ പോകുന്നത്. 22 മണി പയറുള്ള പയറിൻ്റെ അരിയാണിത്. നല്ല നീളമുള്ള പയറാണിത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രോ ബാഗിനകത്തോട്ട് നടാം. നമ്മൾ ഈ പയറിനകത്തോട്ട് 2 വെള്ളയെ പിടിച്ചുകൊണ്ട് ഇതോട്ട് താഴ്ത്തി വയ്ക്കുക. ഒരുപാടങ്ങ് താഴ്ചയെ കൊണ്ട് നടരുത്, കിളിച്ച് വരാൻ കുറേ ദിവസം എടുക്കും. ഇത്രയും വിരൽ താന്നാൽ മതി.
താഴ്ത്തിയിട്ട് ഒരുപാട് താഴ്ന്നാൽ കിളിച്ച് വരാൻ കുറേ ദിവസം എടുക്കും. ഇനി അങ്ങ് മണ്ണ് നീക്കി ഇട്ടേക്കുക. ഇത് സ്വല്പം വലിയ ഗ്രോ ബാഗാണ്, നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിലോട്ട് കരിയില ഇട്ട് കൊടുക്കുക. ഒരര ഭാഗത്തോളം കരിയില ഇടുക. ഇത്രയൊക്കെ മതി. ഇപ്പോൾ ഇത്രയും കരിയില ഉണ്ടെങ്കിലും മണ്ണിടുമ്പോൾ ഇതങ്ങ് താന്നു പോകും. നമുക്ക് മണ്ണ് ഇടാം. ഇത് രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല. ആട്ടും കാഷ്ടവും ചാരവും മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അങ്ങ് മണ്ണങ്ങ് താന്ന് പോയത് കണ്ടില്ലേ. നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഇതിന് വെണ്ടയ്ക്ക എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. കൊമ്പൻ വെണ്ടയ്ക്കയുടെ അരിയാണിത്. അതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ പകുതി വിരൽ താഴത്തക്ക രീതിയിൽ നടുക. 3 ഞാൻ നടുവാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ദിവസവും നമ്മൾ കുറേശ്ശെ വെള്ളം നനച്ച് കൊടുക്കണം. ഒരുപാട് ഊക്കിനും കൊണ്ടൊന്നും ഒഴിക്കരുത്. കയ്യിൽ ഒഴിച്ചിട്ട് തളിച്ച് കൊടുക്കണം വെള്ളം. നേരത്തെ നട്ടതാണിത്. അതിൽ അരഭാഗം മാത്രമേ മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ വളർന്ന് വരുമ്പോൾ അതിൽ കുറേയും കൂടെ വളമൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി വയ്ക്കണം. അപ്പോൾ ഗ്രോ ബാഗ് ഒരു 3/4 ഇടം നിറഞ്ഞിരിക്കണം. പഴയ ഗ്രോ ബാഗിനകത്ത് മണ്ണൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇത് പയർ നട്ടതാണ്. 3 നട്ടതാണ്. 2 കിളിച്ചുള്ളൂ. അപ്പോൾ അതാണ് 3 നട്ടാൽ നടുന്നതിൻ്റെ കാര്യം. 2 കിളിച്ചിരിക്കും. അതുകൊണ്ടാണ് 3 നടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 കിളിച്ചിരിക്കും. അത് അവനവൻ്റെ യോഗം പോലെ ഇരിക്കും കിളിച്ചൊക്കെ വരുന്നത്. എൻ്റെ അകത്ത് മൊത്തം ചീര തൈകൾ കിളിച്ച് വരികയാണ്. ഏത് ഗ്രോ ബാഗിൽ നോക്കിയാലും ചീര തൈകളാണ്. അത് മണ്ണിനടിയിലാക്കി കളയാൻ ഒരു വിഷമം. അപ്പം ഇതൊക്കെ തറഞ്ഞിങ്ങനെ ഇരിക്കുമല്ലേ, അത് നമ്മളെന്തോണെന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ആദ്യം മണ്ണൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. അതിലോട്ട് 2 പിടി വളം ചേർക്കുക. വളം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഞാൻ ചേർക്കുന്ന വളം എന്താണെന്ന്. ആട്ടും കാഷ്ടവും ചാരവുമാണ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് വളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് വളത്തിൻ്റെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മണ്ണ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മൂടൊക്കെ ഒന്നുകൂടെ ഉറപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കാറ്റത്തൊക്കെ വീണ് പോകാതിരിക്കാനാണ്. ഇനി വെള്ളം കൊണ്ടൊന്നും ഒരിക്കലും കുത്തനെ കൊണ്ടൊന്നും ഒഴിക്കരുത്. കൈ വെച്ച് തളിച്ച് വേണം ഇതിനകത്തൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചതും കൃഷി ചെയ്തതുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യണം കേട്ടോ. നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു രസമൊക്കെ നമുക്കറിയുന്നത്. പിന്നെ നട്ടിട്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ പോരാ. നട്ടിട്ട് ഓണത്തിന് വന്നിട്ട് വിളവെടുക്കാൻ വന്നാലൊന്നും സംഗതിയൊന്നും ശരിയാവത്തില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിനാവശ്യമായ പരിചരണങ്ങളൊക്കെ കൊടുക്കണം. വെള്ളവും വളമൊക്കെ ആവശ്യമായ സമയങ്ങളിൽ കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.